ഹലോ, എല്ലാവർക്കും സ്വാഗതം. മണി ടോക്കിൽ ഇന്ന് നമ്മൾ ഒരു പുതിയൊരു വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതായിരിക്കും, നമ്മൾ ധനം കൈകാര്യം ചെയ്യുമ്പോൾ, പണം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. നല്ല ഇൻട്രസ്റ്റ് കിട്ടുന്ന, നമുക്ക് നല്ല വരുമാനം അല്ലെങ്കിൽ നല്ല റിട്ടേൺ കിട്ടുന്ന ഏതാണ്, അതിലാണ് നമ്മൾ നിക്ഷേപിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. സാധാരണ ജനങ്ങളുടെ കാര്യമാണ് പറയുന്നത്. സാധാരണയായിട്ട് മിക്ക ആളുകളും ചെയ്യുന്നത് ബാങ്കുകളിൽ FD ഇടുക, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുക, അതുപോലെ തന്നെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ഇത്ര നാളത്തേക്കെന്നും പറഞ്ഞ് ഫിക്സഡായിട്ട് ഇടുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരാറുള്ളത്. എന്നാൽ ഇന്ന് കാലം മാറിയിട്ടുണ്ട്, ആളുകൾ കുറേശ്ശെയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആളുകൾക്ക് പൊതുവായുള്ളൊരു സംശയമാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഇടുന്നതാണോ അതോ SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപം നടത്തുന്നതാണോ നല്ലത് എന്ന്. അപ്പോൾ അതിന് ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടും തമ്മിൽ വളരെയധികം വ്യത്യാസവുമുണ്ട്. ഇവയുടെ സ്വഭാവവും അതിനനുസരിച്ച് വ്യത്യാസമാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കുറിച്ച് നോക്കാം. നമുക്ക് ബാങ്കുകളിലൊക്കെ ഒരു ഫിക്സഡ് ആയിട്ട് ഇത്ര പീരീഡിന് നമ്മൾ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് അവർ പറയുന്ന ഒരു പലിശ നിരക്ക് മിക്കവാറും അത് 6 തൊട്ട് 8.5% വരെ 8.5% വരെയാണ് ആനുവലായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുക എന്നുള്ളത്. അതായത് 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 6000 രൂപ മുതൽ 8500 രൂപ വരെ നമുക്കൊരു വർഷം നമുക്ക് റിട്ടേൺ ഇൻട്രസ്റ്റ് ഇനത്തിൽ നമുക്ക് കിട്ടും. ഈ ഫിക്സഡ് ഇടുന്നതുകൊണ്ട് നമുക്ക് മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമുക്കവിടെ റിസ്ക് ഇല്ല. നമ്മുടെ പണം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. നമ്മളിട്ട പണം എപ്പോഴും അവിടെ സേഫാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ റിസ്ക് ഫാക്ടർ വളരെയധികം കുറവാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് SIP ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലോ ഒക്കെ നമ്മൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരു ഇത്ര ശതമാനം നമുക്ക് റിട്ടേൺ കിട്ടും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം മ്യൂച്വൽ ഫണ്ടുകൾ, ട്രേഡ് മാർക്കറ്റിൽ ഇക്വിറ്റിയിലൊക്കെ നിങ്ങൾ നിക്ഷേപിക്കുന്നത് മാർക്കറ്റിലുണ്ടാകുന്ന അപ്പ് ആൻഡ് ഡൗൺ, അതായത് മാർക്കറ്റിലുണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾക്ക് ആനുപാതികമായിരിക്കും. മാർക്കറ്റ് നല്ല രീതിയിൽ ഉയർന്നു പോവുകയാണെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ 6 തൊട്ട് 8% വരെ കിട്ടുമ്പം നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ അതുപോലെ ഇക്വിറ്റി ഷെയറുകളിലൊക്കെ നമ്മൾ നിക്ഷേപിച്ചാൽ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15% മുതൽ 30% വരെ നമുക്ക് ലഭിക്കാം. എന്നാൽ മാർക്കറ്റ് താന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതൊന്നും കിട്ടണമെന്നില്ല. നമ്മൾ നിക്ഷേപിച്ച പണവും അതുപോലെ തന്നെ കുറഞ്ഞു വരും. അപ്പം നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറുകളിലൊക്കെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്കത് മാർക്കറ്റിൻ്റെ വ്യതിയാനം അനുസരിച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടിരിക്കും. അപ്പോൾ അവിടെ ഒരു റിസ്ക് ഫാക്ടറുണ്ട്. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര കാലത്തേക്കിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. എന്നാൽ പ്രോഫിറ്റ് കിട്ടുക എന്നത് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും ഈ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റിയിലൊക്കെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ. അപ്പോൾ അത് ലോങ് ടൈമിൽ നമുക്ക് പ്രോഫിറ്റാണ്. നമുക്ക് സഡനായിട്ടത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ചിലപ്പോൾ വോളറ്റൈലാണ്, അത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അപ്പാണോ ഡൗൺ ആണോ എന്നൊന്നും. അപ്പോൾ അതിനനുസരിച്ച് വ്യതിയാനം വരും. പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ ഇക്വിറ്റിയിലൊക്കെ നിങ്ങൾ SIP ആയിട്ട്, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ നിക്ഷേപിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പണ്ട് കാലത്തൊക്കെ 1 കിലോ അരിക്ക് ഒരു 10 വർഷം മുന്നേ 1 കിലോ അരിക്ക് ഒരു 25 രൂപ നിരക്കായിരുന്നു എന്ന് കൂട്ടുക. ഇന്നത് 55 രൂപ 60 രൂപയായി. അപ്പം അത്രത്തോളം വ്യതിയാനം വന്നിട്ടുണ്ട് നമ്മുടെ ലൈഫിലും, അതും മണിയുമായിട്ടുള്ള കമ്പാരിസണിൽ അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ SIP ആയിട്ട് നിക്ഷേപിക്കുമ്പോൾ നമ്മൾ ഈ വരുന്ന ഫ്ലക്ച്വേഷൻ, കറൻസി നമുക്കുണ്ടാകുന്ന ആ ഒരു ഫ്ലക്ച്വേഷൻ, അത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ വാങ്ങിച്ചിരുന്നത് SIP ആണ്. അതായത് നമുക്ക് ഇന്നിപ്പം മാർക്കറ്റിൽ ചിലപ്പോൾ 100 രൂപയായിരിക്കും ഒരു ഷെയറിന് വേണ്ടി വരിക. അപ്പം നമ്മൾ എത്ര എമൗണ്ടാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മന്ത്ലി, അതിനും നമ്മൾ ഈ 100 രൂപയ്ക്കുള്ള വാങ്ങിക്കുന്നു. അടുത്ത മാസം ചിലപ്പോൾ അത് 80 രൂപയായിട്ടുണ്ടാകും. മാർക്കറ്റ് ചിലപ്പോൾ ഡൗൺ ആകുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ പർച്ചേസ് നടക്കുന്നത്. അപ്പോൾ 80 രൂപയാകുമ്പോൾ നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങിക്കാൻ പറ്റും. അതിങ്ങനെ ചിലപ്പം അതിൽ കൂടുതലാണെങ്കിൽ അപ്പോൾ അത് കുറച്ച് യൂണിറ്റ്, അങ്ങനെ നമ്മളൊരു ബാലൻസിങ് ആയിട്ടാണ് പോവുക. അപ്പം നമുക്കിതിൽ റിസ്ക് ഫാക്ടർ
വളരെയധികം കുറവാണ് നമ്മൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേന്. കാരണം അത് മാർക്കറ്റ് വോളറ്റൈലാകുന്നതനുസരിച്ചാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത്. നമ്മൾ മന്ത്ലി സ്പ്ലിറ്റ് ചെയ്ത് EMI പോലെ നമ്മൾ മന്ത്ലി സ്പ്ലിറ്റ് ചെയ്ത് ഇത്ര കാലത്തേക്കാണ് നമ്മൾ SIP ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലോങ് ടൈമിൽ നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പ്രോഫിറ്റാണ് ഇതിൽ നിന്ന് കിട്ടുക. ഫിക്സഡ് ഡെപ്പോസിറ്റിനെ അപേക്ഷിച്ച് നല്ല പ്രോഫിറ്റാണ് കിട്ടുക. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഫാക്ടർ മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റി ഷെയറുകളിലൊക്കെ ഉണ്ട്. അത് ഇല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് മാർക്കറ്റ് എങ്ങനെയാണ് എന്നതിനനുസരിച്ചാണ് ഇതിലുള്ളത്. ഇതിൽ നമ്മൾ കടന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സാധാരണക്കാരെല്ലാം ഈ SIP ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസ്ക് ഫാക്ടറുകൾ വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മൾ എപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റി ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഏതാണ് നല്ലത് എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഘടകങ്ങളും കമ്പനികളും എന്തൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്, ആരൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്, ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഒരു നല്ല ഫണ്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. SIPയും അതുപോലെ തന്നെയാണ്. SIP ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് SIP ആയിട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ ലംസമായിട്ടൊരു എമൗണ്ട് കൊണ്ട് പർച്ചേസ് ചെയ്യുന്നതിലും നല്ലത് SIP ആയിട്ട് ചെയ്യണം. കാരണം ലംസമായിട്ട് നമ്മൾ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുക നമ്മൾ ഇടുകയാണ്. ഒരു വർഷത്തേക്ക് നമ്മൾ ഇത്ര ഒരു തുക നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ചിലപ്പോൾ മാർക്കറ്റ് അതിൽ താഴേക്ക് പോകാം, അപ്പം നമുക്ക് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ മുകളിലോട്ട് പോയാൽ നമുക്ക് ഗുണമുണ്ടാകും. പക്ഷേ SIPയിൽ വരുമ്പം ഇതൊരു ബാലൻസ്ഡ് ആയിട്ടാണ് പോവുക. താഴേക്ക് വരുന്ന സമയങ്ങളിലും പർച്ചേസ് നടക്കുന്നുണ്ട്, മേളിലോട്ട് പോകുമ്പോഴും പർച്ചേസ് നടക്കുന്നുണ്ട്. നമ്മൾ ഇത്ര എമൗണ്ട് വീതം എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഇക്വിറ്റി സ്റ്റോക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാര്യമായ വ്യതിയാനമോ റിസ്ക് ഫാക്ടറുകളോ അതിൽ വരുന്നില്ല. എങ്കിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഓൺലൈൻ മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആവുന്നതനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഒരിക്കലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുമെന്ന് നമുക്കിതിൽ പറയാൻ പറ്റത്തില്ല. എങ്കിലും സാധാരണഗതിയിൽ 15% തൊട്ട് 25% വരെ നമുക്ക് റിട്ടേൺ ലഭിക്കാം. ഇത് വാഗ്ദാനമല്ല, ലഭിക്കാം മാർക്കറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ അനുസരിച്ച്. അപ്പോൾ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും നല്ലത് മ്യൂച്വൽ ഫണ്ടിലാണ്. നമുക്ക് ലോങ് ടൈമിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.